ഇവിടുത്തെ ഇന്നത്തെ കേരളത്തിലെ UDF ഗവൺമെന്റ് ഏതെങ്കിലും കാർഷിക നയങ്ങൾ നടപ്പിലാക്കി കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കും എന്ന് കേരളത്തിലെ ഒരു ജനങ്ങളും ഇന്ന് വിശ്വസിക്കുന്നില്ല. ആ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് കർഷക പ്രസ്ഥാനത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുമാണ്. ഇവിടെ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് വല്ല വകതിരിവുണ്ടോ? എന്തൊക്കെയാ പറയുന്നത്? ഒന്ന്, ഈ സംസ്ഥാനം ഭരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഉത്തരവാദിത്തമുള്ളതാണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. ഇതേതാണ്ട് കുട്ടികൾ കോട്ടി കളിക്കുന്നത് പോലെ പിടിച്ചു ചുമതല കൊടുക്കേണ്ടതല്ല ഭരണമെന്ന് പറയുന്നത്. ഇപ്പൊ 2.5 മാസം പിന്നിട്ടല്ലോ കേരളത്തിലെ UDF ഗവൺമെന്റ്. എന്താ കേരളത്തിന്റെ സ്ഥിതി? ഇപ്പൊ കാലവർഷക്കെടുതി വന്നു. എന്താ ഗവൺമെന്റ് ചെയ്യുന്നത്? പ്രസ്താവന നടത്തി എല്ലാറ്റിനെയും ന്യായീകരിക്കാൻ നടക്കല്ലേ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്ത കാലവർഷക്കെടുതി കൊണ്ട് ജനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടുകയാണ്. 25 പേര് മരിച്ചു, 5-6 നിരവധി പേര് ആശുപത്രികളിലാണ്, വീടുകൾ നഷ്ടപ്പെട്ടവര്. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ ചില പ്രദേശങ്ങൾ തന്നെ പൂർണ്ണമായി കടകൾ മുഴുവൻ നശിച്ചു. LDF ഗവൺമെന്റ് ഉണ്ടായപ്പോൾ ചെയ്തത് കച്ചവടക്കാരെ മുഴുവൻ വിളിച്ച് അവരുടെ നാശനഷ്ടം കണക്കാക്കി മുഴുവൻ കച്ചവടക്കാർക്ക് നഷ്ടം വെച്ചു കൊടുത്ത ഗവൺമെന്റാണത്. ഇന്നലെ ആ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ട് അറിയില്ലെങ്കിൽ അറിയാതെ നില സ്വീകരിക്കുക. വിഡിത്തങ്ങളും നുണകളും പറയാതിരിക്കാൻ ഒരു മുഖ്യമന്ത്രി ശ്രമിക്കണം. അദ്ദേഹം എന്താ ചെയ്തത്? നാട് മുഴുവൻ വെള്ളപ്പൊക്കല്ലേ, കേരളം മുഴുവൻ പ്രളയത്തിലല്ലേ. അയാളങ്ങ് മലപ്പുറത്ത് മഞ്ചേരി ഇത് ശാപ്പാടടിക്കാൻ പോകണം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമാണെന്ന് ചൂണ്ടിക്കാണിച്ചത് പത്രക്കാർ ചൂണ്ടിക്കാണിച്ചതും അതാ. ന്യായമായ പ്രതികരണമാണോ? അതിനെന്താ പ്രതികരണം? ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പ്രളയമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി 2 ദിവസം നിരാഹാരത്തിലായിരുന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. വിവരമുള്ളവർക്ക് ഏതെല്ലാം അറിയൂ. സതീശനെ പോലെയുള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ആദ്യം പഠിക്കണം. എത്ര പരിഹാസമാണ്.